പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തത് ഒരു കോടതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഒരു അഴിമതി കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതി ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രി തന്നെ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ജനങ്ങളെ ആകെ അപഹസിക്കുന്ന നിലയിലേക്ക് എന്തിനാണ് അധപ്പതിക്കുന്നത്? കോൺഗ്രസിൻ്റെ സമീപനം ഈ തരത്തിലാണല്ലോ വന്നുചേരുന്നത്. പക്ഷേ സുധീറിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ആ മൗനം അല്ലെങ്കിൽ ഒളിച്ചോട്ടം കേരള ജനത കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഘടകകക്ഷികളും തികഞ്ഞ മൗനമാണ് പാലിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ട ബാധ്യത ഘടകകക്ഷികൾക്കുണ്ട്. കാരണം നാടാണാകെ അവമാനത്തിലാകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരമൊരു അന്വേഷണം നടക്കുമ്പോൾ. അപ്പോൾ തങ്ങളുടെ നേതാവിൻ്റെ മേലെയുള്ള അന്വേഷണം എങ്ങനെ നടക്കണമെന്നതിനെക്കുറിച്ച് UDF ഘടകകക്ഷികളുടെ പ്രതികരണം വരണം. UDF ഒരു ഘടകകക്ഷിയാണല്ലോ RSP ഒരു MLA പ്രതികരണം ഒരു രീതിയിൽ വന്നു കഴിഞ്ഞു എന്നാണ് വാർത്ത കേൾക്കുന്നത്. കുഞ്ഞുമോൻ സ്പീക്കർക്ക് രാജിക്കത്ത് കൊടുത്തു എന്ന് വാർത്ത കേൾക്കുന്നുണ്ട്. അതാണെങ്കിൽ ഔചിത്യപൂർവ്വം ഈ ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും ശരിയുമായ നടപടിയാണ്. അത് UDF-നകത്ത് പാർട്ടികളെന്ന നിലക്ക് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഓരോ പാർട്ടിയിലും പെട്ടവർ പ്രതികരിക്കുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. കുഞ്ഞുമോൻ്റെ ആ നിലപാട് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. RSP എന്ന പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള ഒഴിഞ്ഞുപോക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുക വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുക, വലതുപക്ഷം കാട്ടിക്കൂട്ടുന്ന എല്ലാ ജീർണതയുടെയും വക്താക്കളായി അതിൻ്റെ മൂടുതാങ്ങികളായി അധപ്പതിക്കുക എന്ന് വരുമ്പോൾ ഇടതുപക്ഷ മനസ്സുള്ളവർ സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധിച്ചു എന്ന് വരും. അതാണ് കുഞ്ഞുമോൻ്റെ രാജിയിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. കുഞ്ഞുമോൻ്റെ സംഭവം ആദ്യത്തേതല്ല. നേരത്തെ തന്നെ അവിടെ RSPയുടെ മഹിളാ നേതാവടക്കം 100-ലധികം പേർ രാജിവെച്ച സംഭവമുണ്ടായിരുന്നു, പ്രധാനപ്പെട്ടവർ. ഇപ്പോൾ ഒട്ടേറെ പേർ RSP വിട്ട് ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. കുഞ്ഞുമോനും അതേ വഴിക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത് വന്നപ്പോൾ RSP നേതൃത്വത്തിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ പോകാൻ തയ്യാറല്ല, ഈ പോയവരൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നൊക്കെയുള്ള മട്ടിൽ വലിയ വീരവാദമൊക്കെയായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത്. ആ വീരവാദം പുറപ്പെടുവിച്ചവർ ആലോചിക്കണം. 2-3 MLA-മാരിൽ ഒരാൾ ഇപ്പോൾ RSP തീരുമാനത്തിനെതിരെ സ്പീക്കർക്ക് രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞു. നല്ലത് പറ്റിയ തെറ്റൊക്കെ വേഗം തിരുത്തുന്നതാണ്, അല്ലെങ്കിൽ ഉള്ള മുഖവും നഷ്ടപ്പെടുമെന്ന് ഇത്തരം ആളുകൾ ഓർക്കുന്നത് നല്ലതാണ്. ഉമ്മൻചാണ്ടി രാജിവെക്കാത്തതിൽ സ്വാഭാവികമായും പ്രതിഷേധം നമ്മുടെ നാട്ടിലുണ്ടാവും.
ആ പ്രതിഷേധത്തെ ക്രൂരമായ മർദ്ദനത്തിലൂടെ നേരിടാനാണ് ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ യുവാക്കൾക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യമാണ്. പോലീസിനെ ഇറക്കിവിട്ട് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്ന നിലയാണ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അതാണെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരും എന്നത് ഉമ്മൻചാണ്ടി മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളെ അടിച്ചമർത്തിക്കളയാമെന്ന ഒരു വ്യാമോഹവും വേണ്ട. വലിയ യജമാന ഭക്തി കാണിക്കുന്നതിന് വേണ്ടി അതിരുവിട്ട് പെരുമാറുന്ന നിലപാട് ആരും സ്വീകരിക്കരുത് എന്നും ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. നാട് സ്വാഭാവികമായും തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിക്കും. ന്യായം, നീതി ഇതെല്ലാം നാട് പ്രതീക്ഷിക്കും. അതാണ് ഈ ഉയർന്നു വന്ന സംഭവവികാസങ്ങളിൽ ഇത്ര ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടയാക്കിയിട്ടുള്ളത്. അത് സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടിയുടെ രാജിയാണിന്ന് ആവശ്യം. ആ രാജി എത്ര വേഗം നടക്കുന്നോ അത്രയും നല്ലത്. അല്ലാതെ ആളുകളുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ട് പ്രതിഷേധത്തെ തടഞ്ഞു കളയാമെന്ന ധാരണ, അങ്ങനെയൊരു മൗഢ്യം ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും വേണ്ടതില്ല. അവസാനമായി ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അതിനൊരു അഖിലേന്ത്യാ നേതൃത്വമുണ്ടല്ലോ. അതിനകത്ത് ഇവിടെയുള്ള ആൻ്റണിയെപ്പോലുള്ളവരും ഉണ്ടല്ലോ.